ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ബ്ലസൻ എബ്രഹാം. ഇന്ന് നമ്മൾ കോട്ടയം ജില്ലയിലുള്ള കോട്ടയം ടൗണിനടുത്ത് തിരുവാതുക്കൽ എന്ന് പറഞ്ഞ ജംഗ്ഷനിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അവിടെ ഒരു പ്രോപ്പർട്ടി കാണുവാനായിട്ടാണ് നമ്മളിന്ന് അങ്ങോട്ട് യാത്ര തിരിച്ചിരിക്കുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ എന്നും പറയുന്ന പോലെ, എപ്പോഴും പറയുന്ന പോലെ, അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. ഇത് എനിക്ക് നിങ്ങളോടുള്ള റിക്വസ്റ്റാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രമേ കാണാവൂ. ഓക്കെ, ബെല്ലൈക്കൺ ഞെക്കാൻ മറക്കല്ല. അതുപോലെ പ്രോപ്പർട്ടി വിൽക്കുവാനും വാങ്ങുവാനും ഉള്ളവരൊക്കെ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ്. ഫ്രീ സർവീസാണ്. നിങ്ങളുടെ പ്രോപ്പർട്ടി ഞങ്ങൾ ഇതുപോലെ വന്ന് കണ്ട് ഷൂട്ട് ചെയ്ത് വിൽക്കാനായിട്ട് കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ പ്രോപ്പർട്ടിന് മുന്നിലായിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. 17.5 സെൻറ്റ് സ്ഥലമാണ്. 3 ബെഡ്റൂമുകളുള്ള 2 വീടുകൾ ഇവിടെയുണ്ട്. പഴയ വീടുകളാണ് കേട്ടോ, വാടകയ്ക്കാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് വീടിൻ്റെ അകമൊന്നും കയറി കാണാനത്ര പറ്റത്തില്ല. പുറമെയൊക്കെ നമുക്കൊന്ന് കണ്ട് വരാം. അതിനു മുമ്പായിട്ട് വീടിൻ്റെ പരിസരമൊക്കെ, നമ്മുടെ ഈ വീടിൻ്റെ ഈ ഒരു ഫ്രണ്ടേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടാർ റോഡ് ഫ്രണ്ടേജാണ്. ജംഗ്ഷനിൽ നിന്ന്, ബസ് സ്റ്റോപ്പിൽ നിന്ന് നേരെ വരുന്ന ഒരു ഫ്രണ്ടേജാണ്. 50 മീറ്റർ മാത്രമേ ഉള്ളൂ ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം. 16 ചിറ എന്ന് പറഞ്ഞ റോഡാണ്. ആ 16 ചിറ റോഡിലാണ് ഈ പ്രോപ്പർട്ടി നിൽക്കുന്നത്. നമ്മുടെ ആദ്യത്തെ വീട് നിങ്ങൾ കയറി വന്നപ്പോൾ തന്നെ കണ്ടു കാണും. ഇത് അതിന് ശേഷം പണിത വീടാണ്. ഇത് മറ്റു വീടിനേക്കാളും ഒരു പുതിയ വീടാണ്. ഇതിലൊരു 15 വർഷത്തിൽ കൂടുതൽ പഴക്കമില്ലെന്നാണ് അതിൻ്റെ ഓണേഴ്സ് അറിയിച്ചിരിക്കുന്നത്. നമുക്ക് നന്നായി താമസിക്കാൻ യോഗ്യമായ വീടാണ്. ഇപ്പം നിലവിലുള്ളതുമാണ്. ലുലു മാളിലേക്ക് അല്ലെങ്കിൽ MC റോഡിലേക്ക് ഇവിടുന്ന് 3.5 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ബൈപ്പാസ് കയറി നേരെ നമുക്ക് നാട്ടക സിമെൻറ്റ് കോളേജ് ചെന്നിറങ്ങാൻ പറ്റും. ഇതിൻ്റെ അകത്ത് കിണർ കണ്ടല്ലോ, ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു കിണറാണ്. പക്ഷേ ഇവിടെ തെങ്ങുണ്ട്. 6-7 തെങ്ങിനെ കായ്ക്കുന്ന തെങ്ങുണ്ട് ഈ ഒരു 17 സെൻറ്റിന്. ഇതാണ് ആ വീടിൻ്റെ പ്രവേശനം. പരിസരമൊക്കെ ഞാൻ പറഞ്ഞില്ല, സ്വന്തം വീട്ടുകാർ നോക്കുന്നവരൊരിക്കലും മറ്റുള്ളവർ നോക്കുകയില്ല. അതുകൊണ്ടുള്ള ചെറിയ അപകടങ്ങളൊക്കെ ഉള്ളൂ, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. തിരുവാതുക്കൽ എന്ന് പറഞ്ഞ ജംഗ്ഷനിലേക്ക് 650 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഓക്കെ, ഇവർ നല്ല രീതിയിൽ കുടുംബമായിട്ട് പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന വീടൊക്കെയാണ്. കണ്ടാലും ഈ ഒരു വീട്ടിലും വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നിങ്ങൾക്ക് ഈ ഏരിയ താല്പര്യമുണ്ടെങ്കിൽ താമസിക്കാനൊക്കെ നല്ല അനുയോജ്യമായ സ്ഥലമാണ്. വെള്ളമൊന്നും കയറത്തില്ല. ആ ഒരു ഏരിയയിലോട് പ്രത്യേകം താല്പര്യമുള്ളവർക്ക് ഈ വീടൊക്കെ തട്ടിക്കളഞ്ഞിട്ട് വേണമെങ്കിൽ സുഖമായിട്ട് അവിടെ ഒരു വീട് വെക്കാവുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ്. നല്ല സ്ക്വയറായിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ്. ഇതാ കണ്ടല്ലോ, റോഡ് കണ്ടല്ലോ, തൊട്ട് വാതിക്കലാണ് വഴി. പഴയ വീടുകളാക്കട്ടോ ആ ഏരിയയിലൊക്കെ കൂടുതലുള്ളത്. 2.5 കിലോമീറ്റർ മാത്രമാണ് കോട്ടയം ടൗണിലോട്ടുള്ള ദൂരം. ഇതുണ്ട് ഫ്രണ്ട് വശത്ത് നല്ല ഇൻ്റർലോക്കൊക്കെ വിരിച്ച്. ബസ് റൂട്ടാട്ടോ, ഇതും ബസ് റൂട്ടാണ്. ഞാൻ അവിടെ നിന്നപ്പോൾ തന്നെ ഒരു ബസ് അതുവഴി പോയി. ഓക്കെ, ഇത് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയോട് താല്പര്യമുള്ളത് എത്രയും വേഗം ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടാം. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. കോട്ടയം ടൗണൊക്കെ വളരെ അടുത്താണ്. പിന്നെ മറ്റ് സൗകര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിലുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ വിലയും വിവരങ്ങളൊക്കെ ഇതിൻ്റെ ക്യാപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. പെർ സെൻറ്റ് വിലയായിരിക്കും കൊടുക്കുന്നത്. വീടിൻ്റെ വിലയൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് താല്പര്യമുണ്ടെങ്കിൽ, ഇത് മേടിക്കാൻ താല്പര്യമുണ്ട്, എത്രയും വേഗം ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.